ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസുകൾ വായിച്ചു ഭഗവാനിൽ അർപ്പിച്ചു. മക്കളെല്ലാം എനിക്ക് സുഖമാണോ, ചൂടുവെള്ളം കുടിക്കുക, കഫമൊക്കെ പോകും. ഈ ചില പഴങ്ങളൊക്കെ തിന്നുമ്പം കഫം ഇങ്ങനെ ഉണ്ടാകുന്ന മക്കളെ ചിലപ്പം കുഴപ്പമില്ല, ചില ആഹാരത്തിൻ്റെയാ വേദനയൊന്നും തൊണ്ടയ്ക്കില്ല. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എത്രമാത്രം സ്നേഹമാണ് എല്ലാ മക്കൾക്കും. അതുകൊണ്ട് എല്ലാം ഭഗവാനോട് ഞാൻ പറയുന്നു. മക്കൾ എവിടെ ഈ മക്കളൊക്കെ താമസിക്കുന്നതെന്ന് മാത്രം അറിയാൻ വയ്യ. എല്ലാവരുടെയും സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹം. നിങ്ങൾ കമൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും എവിടെ താമസിക്കുന്ന അതുകൂടെ അങ്ങോട്ടങ്ങ് എന്താ പറയുക, കമൻസിൽ വന്നുകൂടെ. എൻ്റെ ഏറത്തൊന്നും ഒരു മകൾ ഇങ്ങനെ വന്ന് അഞ്ചല അടുത്താണ് ഏറം. അതുപോലെ ഇപ്പം വത്സല തന്നെ ഇന്ന് കഫം തൊണ്ടിൽ ഇത് പറഞ്ഞു. അപ്പോൾ മക്കളൊക്കെ എവിടെയാണ് താമസിക്കുന്നത് അറിയാൻ പറ്റും. തള്ളന്മാർക്കൊരു ആഗ്രഹം വരത്തില്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് എല്ലാവരും ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. എങ്കിലും വലിയ ആഗ്രഹം, ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽസന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായ ഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹദാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽവൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമുക്ക് ഉണ്ണിക്കണ്ണന് വിശക്കുന്നത്. അപ്പോൾ യശോദാമ്മ പണ്ട് കുഞ്ഞിനെ വളർത്തിയ സമയത്ത് അല്പം ചോറൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ മക്കളെ ഉറക്കം വരുന്നില്ലയോ, കണ്ണാ വിശക്കില്ലേ എന്ന് അമ്മ ചോദിക്കുന്നത് പോലെ നമുക്കും അങ്ങനെയൊന്നും ചോദിക്കാമല്ലോ. നമ്മളും ഭഗവാന്റെ അമ്മയാവാം, ഭഗവാൻ കുഞ്ഞായ ഒരു മകനാകാം. അങ്ങനെ ഞാൻ തന്നെ പണ്ട് മുമ്പൊക്കെ ഇതുപോലെ കുഞ്ഞിനെ പാടുമായിരുന്നു, കണ്ണാ ഉറങ്ങണ്ടേ, എന്നോടൊപ്പം ചോറ് കഴിക്കാം, എന്നോടൊപ്പം വരൂ എന്നൊക്കെ നമ്മൾ ഒരു നല്ല സ്നേഹത്തിലൊക്കെ കുഞ്ഞിനോട് കാണിക്കത്തില്ലേ. അതുപോലെ അന്നൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ എൻ്റെ ജോലി ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് എഴുതിയ ഒരു ഒരു സ്തുതിപ്പാണ് കണ്ണൻ്റെ. ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ. ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ
അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ. ചോറോ വേണ്ടമ്മേ വിശക്കുന്നില്ലല്ലോ, പാലോ വെണ്ണയോ നൽകിയിടുകമ്മേ. ചോറോ വേണ്ടമ്മേ വിശക്കുന്നില്ലല്ലോ, പാലോ വെണ്ണയോ നൽകിയിടുകമ്മേ. ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ, അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ. ചോറോ വേണ്ടമ്മേ വിശക്കുന്നില്ലല്ലോ, പാലോ വെണ്ണയോ നൽകിയിടുകമ്മേ. എന്തേ എൻ കണ്ണാ വിശക്കാത്തതെന്തേ, മണ്ണു തിന്നോ ഉണ്ണി സത്യം പറയൂ. എന്തേ എൻ കണ്ണാ വിശക്കാത്തതെന്തേ, നീ മണ്ണു തിന്നോ ഉണ്ണി സത്യം പറയൂ. ഇല്ലമ്മേ തെല്ലും ഞാൻ മണ്ണു തിന്നിട്ടില്ല, സത്യമാണമ്മേ ഇതു സത്യം സത്യം. ഇല്ലമ്മേ തെല്ലും ഞാൻ മണ്ണു തിന്നിട്ടില്ല, സത്യമാണമ്മേ ഇതു സത്യം സത്യം. ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ, അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ. ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ, അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ. നമ്മൾ ഭഗവാന്റെ ചരിത്രങ്ങൾ ശ്രീമദ് ഭാഗവതം ഇവിടം വരെ പാരായണം ചെയ്തെന്ന് ഓർമ്മയുണ്ടോ മക്കൾക്ക്? അതായത് കശ്യപ പ്രജാപതി ഭഗവാൻ നാരായണന് എത്രമാത്രം ഇഷ്ടമുള്ള വ്രതമാണ് ആ വ്രതം പിടിക്കാൻ പറഞ്ഞു കൊടുത്ത്. പയോനാമ മഹാവ്രതം, അത് ഭഗവാന് അത്രമാത്രം ഇഷ്ടമുള്ളൊരു വ്രതമാണ്. അത് പിടിച്ചാൽ സർവ്വകാര്യങ്ങളും എന്താ ഉദ്ദേശിക്കുന്നത് അതെല്ലാം സാധിക്കുമെന്ന് അതിഥിയോട് പറഞ്ഞു. ഇന്ദ്രന്, അതായത് ദേവേന്ദ്രത്വം എല്ലാം പിന്നെ അസുരന്മാർ കൈയടക്കിയല്ലോ, അതെല്ലാം സാധിക്കാൻ വേണ്ടി അങ്ങനെ അവസാനം ആ വ്രതമൊക്കെ പിടിച്ച് ഒടുക്കം 12ാമത്തെ ദിവസം ദ്വാദശം അന്ന് പിന്നെ ഭഗവാൻ പ്രത്യക്ഷമായി എന്താ വേണ്ട വരങ്ങളൊക്കെ ചോദിച്ചോളൂ. അതൊക്കെ ചോദിച്ചു. ഭഗവാൻ തന്നെ അവർക്ക് മകനായി അവതരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഭർത്താവും ഭാര്യ, അത് കശ്യപ പ്രജാപതിയും അതിഥിയും നന്നായി ഭഗവാനെ തപസ് ചെയ്ത് വ്രതം പിടിച്ച് തീർന്നപ്പോഴാണല്ലോ ഭഗവാൻ പ്രത്യക്ഷമായി വരം കൊടുത്തത്. അതിനുശേഷം കശ്യപ പ്രജാപതി ധ്യാനത്തിലിരുന്ന് ഭഗവാനെ ഉള്ളിലാക്കി. എന്നിട്ട് അവർ രണ്ടും നന്നായി സുഖമായി കഴിഞ്ഞു കൂടി, എങ്ങനെ രമിച്ചു വാണു. അങ്ങനെ ഭഗവാൻ തന്നെ ഉള്ളിൽ ഗർഭം ധരിച്ചു. ഈ അതിഥിയുടെ ഉള്ളിൽ കശ്യപ പ്രജാപതിയിൽ ഭഗവാൻ തന്നെ. അത് ഈ സന്യാസിമാർക്ക് അങ്ങനെയാണ്, ഭഗവാൻ ആയിട്ട് മാറും. അപ്പോൾ അത് ഇപ്പോൾ സാധാരണ മക്കളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് സത്യമായൊരു കാര്യമാണ്. അതല്ലേ അവർക്കൊക്കെ നല്ല സമയങ്ങളൊക്കെ അറിയാം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആണ് അതല്ലയോ, അതൊക്കെ പഠിച്ച ആ യഥാർത്ഥ സമയങ്ങളും വേണ്ടുന്നതെല്ലാം ചെയ്ത് അപ്പോൾ നല്ല ഭഗവാന് തുല്യമായ അത്രമാത്രം ശക്തിയുടെ ഭക്തന്മാരായ നല്ല ജ്ഞാനികളായ മക്കളൊക്കെ ഉണ്ടാകും. അത് സന്യാസിമാർക്കറിയാം. അതുകൊണ്ട് പിന്നെ അതുപോലെ ഇവിടെയും ഭഗവാൻ അവരുടെ ഉള്ളിൽ മുറ്റി വന്നു. പ്രസവമൊക്കെ അടുക്കാറായപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആരെല്ലാവരുമാ? ബ്രഹ്മാവും ശിവനും ബ്രഹ്മജ്ഞാനികളും മഹർഷിമാരും ദേവേന്ദ്രനും എന്ന് വേണ്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഭഗവാനെ അത്രമാത്രം ഭജിക്കുവാണ്. കാരണം അവതരിക്കാൻ പോകുന്നല്ലോ നാരായണൻ. അതെല്ലാവർക്കും മനസ്സിലായപ്പോൾ, ഇങ്ങനൊരു കുഞ്ഞ് വളരുന്നു ഭഗവാനാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലാണ്. ബ്രഹ്മജ്ഞന്മാരും നാരദ സനകാദി രുദ്രന്മാർ, ദേവവൃന്ദ ഋഷികൾ, ബ്രഹ്മ ശങ്കരവിധി സന്മയപദം പരബ്രഹ്മ അവ്യയം കൂപ്പി സ്തുതിച്ച് അതിഭക്തിയാ എല്ലാവരും. അതിനോടൊപ്പം തന്നെ കശ്യപ പ്രജാപതിയും ഭാര്യയും എല്ലാവരും. കാരണം അവർക്ക് അത്രമാത്രം ആനന്ദം ഉണ്ടാകുന്നു ഭഗവാൻ പ്രത്യക്ഷമായി അങ്ങനൊരു വരം കൊടുത്തപ്പോൾ. നമുക്ക് അത് ചിന്തിക്കണം. നമുക്കും ഭഗവാനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എളിമയുള്ള എന്തെങ്കിലും, ഇപ്പോൾ ഭഗവാനൊക്കെ നമുക്ക് അങ്ങനെ അവരങ്ങനെ ചെയ്യണ്ട, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് എന്താ എളിമയായ എന്തെങ്കിലുമൊക്കെ വരങ്ങൾ ഭഗവാനെ ഇന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കും തരണമേ എന്ന് നമുക്കും അതുപോലെ പറയാം. ഭഗവാനോട് എന്തും പറയാം. അതല്ല ഭഗവാൻ അവതരിക്കണോ അതും പറയാം. ഈ ജന്മം ഇല്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും സംഭവിക്കും.
അതുകൊണ്ട് എന്താ ആവശ്യം അത് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കിനി അതിൻ്റെ ബാക്കി വായിക്കാം. പരബ്രഹ്മം അവ്യയം കൂപ്പി സ്തുതിച്ചാൽ ആദിഭക്തിയാ ആണ്. നിർമ്മല നിഗമാന്തവാക്യ വേദാർത്ഥം പരം ചിന്മയം ചിദാനന്ദം രമ്യം അംബരസമം സന്മയം സനാതനം സർവദേവതാമയം കൽമഷഹരം പരമന്യുഹം വന്ദാമഹേ. ഇങ്ങനെ ഇവരെല്ലാം ഇത് പ്രാർത്ഥിക്കുക. നിത്യമദ്വയം നിരാധാരം ആനന്ദപ്രദം സത്യസന്മയം സകലാധാരം സദാധാരം സത്താമാത്രകം സത്യസന്ധ ആദ്യന്തഹീനം സത്യൈക നിരഞ്ജനം അത്യന്തം വന്ദാമഹേ. നിന്തിരുവടി ഒഴിഞ്ഞാരിഹ ജഗത്രയം സന്തതം പരിപാലിച്ചിടുവ ദേവം നാഥ. ഭഗവാനല്ലാതെ ഇവിടെ സന്തതം എപ്പോഴും ആരാ ഇങ്ങനെ പരിപാലിക്കുന്നത്? സർവ്വപേർക്കും എന്ത് ആവശ്യമുണ്ടോ അതിനൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു, കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ആരാ ഇതുപോലെ ഉള്ളത്? അവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനോട് പറയുന്നു. ഇത്രയെല്ലാം സത്യസന്മയമാണ്, സകലാധാരമാണ്, സദാ ആധാരം. സത്താമാത്രം ഭഗവാൻ സത്താണ്, സത്യസന്ധമാണ്. ഭഗവാൻ ആദ്യന്തഹീനനാണ്, ആദ്യം അന്തമില്ലാത്തവനാണ്. സത്യൈക നിരഞ്ജനം അത്യന്തം വന്ദാമഹി. നിന്തിരുവടി ഭഗവാൻ പരമാത്മാവായ നാരായണൻ ഒഴിഞ്ഞാരാ ഇഹ ഇവിടെ ജഗത്രയത്തിൽ സന്തതം എപ്പോഴും പരിപാലിച്ചിടുന്ന ഏവം നാഥ. ആരാ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഭഗവാനല്ലാതെ മറ്റാരാ ഉള്ളത്? കിം ത്വയാ ചിന്താവേഗം ഇപ്പോഴത് അരാദികൾ അന്ധകാകാരം കൂടെ അടക്കിയിരിക്കുന്നു. ഇവിടെ ചിന്തിച്ചാൽ എന്താ ഇപ്പോഴത്തെ അരാദികൾ എന്ന് വെച്ചാൽ ഈ അസുരന്മാർ അന്ധകാകാരം, അന്തകൻ യമനാണ്, അന്തകം യമൻ്റെ അതായത് കാലാലയം, കാലപുരി, കാലന്മാരുടെ ആലയം കൂടെ അവരടക്കിയിരിക്കുന്നു. ത്രൈലോക്യം മൊത്തവും എല്ലാം ഒന്നുമില്ല വെളിയിൽ, സർവ്വതും മഹാബലിയെ അടക്കി പിടിച്ചു. അപ്പോൾ കാലാലയം പോലും അടക്കിയിരിക്കുന്നു. ബന്ധുവത്സല തവ കാരുണ്യം ഇല്ലെന്നാകിൽ അന്ധന്മാരായ ഞങ്ങൾ എന്തു ചെയ്യുന്നിതയ്യോ. ഭഗവാനെ ബന്ധുവത്സല അങ്ങയുടെ തവ അവിടുത്തെ കാരുണ്യം ഇല്ലെങ്കിൽ അന്ധന്മാരാണ്, ഞങ്ങൾക്കൊരു കണ്ണ് കാണാമായത് ഇരുൾ കയറി മൂടി, ഒന്നും അറിവില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അസുരന്മാർ നേടിയില്ലേ മൊത്തം, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ വീണുപോകും. അന്ധന്മാരായിപ്പോയി, കണ്ണ് കാണാതെ കുഴിയിൽ ചാടി കിടക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കൂ, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭഗവാനെ? മുന്നം ആംനായത്തെയും മറച്ചു കൊണ്ടുപോയാൽ അന്ന് സുരേന്ദ്രൻ അവൻ തന്നെ കൊന്നതും വീഴുവാൻ. അതായത് മുന്നം വേദങ്ങൾ മറച്ചു കൊണ്ടുപോയപ്പോൾ ഭഗവാൻ അസുരനെ, അതായത് ഏതസുരനാ? അത് നന്നായി പറഞ്ഞതാണ്, അത് മറന്നുപോയി. ഇവരല്ല, ഈ ഹിരണ്യാക്ഷനല്ല, അയ്യോ അത് മനസ്സിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അത് വേദങ്ങളെ വീണ്ടുകൊള്ളുവാൻ, അത് വീഴുവാൻ വേദങ്ങൾ മോഷിച്ചുകൊണ്ട് പോയി ഈ അസുരേന്ദ്രൻ, അന്ന് അസുരേന്ദ്രൻ എന്ന് വായിക്കണം, സുരേന്ദ്രനല്ല. ആംനായം എന്ന് വെച്ചാൽ വേദം മറച്ചു കൊണ്ടുപോയാൻ ബ്രഹ്മാവ് ഉറക്കം തുടങ്ങിയപ്പോൾ അസുരന്മാർ വന്ന് ഈ വേദങ്ങൾ കൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അന്ന് അസുരേന്ദ്രൻ അവൻ തന്നെ കൊന്നത് വീട്ടാൻ മന്നവ കരതാര് ചെന്നകപ്പെട്ടു. എന്താണ് മന്നവൻ? സത്യവ്രതനാന്ന് തോന്നുന്നു. വെള്ളം നദിയിൽ നിന്നെടുത്തപ്പോൾ കൈക്കുമ്പിളിൽ കുഞ്ഞു മീൻ വന്നു. പിന്നെ അദ്ദേഹം കുളത്തിലും പുഴയിലും കുളത്തിലും വലിയ കുളത്തിലും തടാകത്തിലും പിന്നെ എവിടേക്കാ സമുദ്രത്തിലൊക്കെ ഇട്ട് വളർത്തിയില്ലേ, ആ മത്സ്യമാണ് ഈ വളർന്ന് പ്രളയാബ്ധിയിൽ അങ്ങനെ കിടന്ന് നീന്തിയില്ലേ ഈ ഹയഗ്രീവനാന്ന് തോന്നുന്നു. ഹയഗ്രീവൻ എന്നങ്ങണ്ട പേരയുടെ. അങ്ങനെ ഭഗവാൻ മത്സ്യമായി വന്ന് ആ വീണ്ടെടുത്തില്ലേ വേദങ്ങളെ. ഇത് ഓരോന്നോരോന്നായി ഇവർ പാടി സ്തുതിക്കുക. ഭഗവാൻ ഇങ്ങനെയെല്ലാം ഓരോരോ വിഷമങ്ങളുള്ള സമയത്തും ഭഗവാൻ അവതരിച്ചില്ലേ, ഇതെല്ലാം നേടി തന്നില്ലേ.
മന്നവൻ അകതാലിൽ ചെന്നകപ്പെട്ടു വളർന്ന് അന്യൂനവേഗാൽ പ്രളയാംബുധി ജലത്തോളം ചെന്നുടൻ പ്രഹരിച്ചു നിന്ന ശാഭരാകാരം, അതായത് മത്സ്യം, ശാഭരാകാരം മത്സ്യം, അതായത് ഈ പ്രളയാബ്ധി ജലത്തോളം ഈ മത്സ്യമാണ് അന്ന് അവിടെ ഇങ്ങനെ സത്യവ്രതനെയൊക്കെ എന്തോ ഒരു തോണി പോലെ ഉണ്ടാക്കി അതിൽ സർവ്വ വിത്തുകളും എല്ലാം കയറ്റണം, മഹർഷിമാരും അതിലുണ്ടാകും. അങ്ങനെ ആ തോണി വലിച്ചുകൊണ്ട് മത്സ്യം ഇങ്ങനെ പോയതൊക്കെ നമ്മൾ വായിച്ചായിരുന്നല്ലോ. അതാണ് കാര്യം. ആ മത്സ്യം എന്തിനാ അത്രയും വലുതായത്? ഈ ഹയഗ്രീവനാ മോഷ്ടിച്ചുകൊണ്ട് പോയ വേദം. അയാളെ കൊന്നിട്ട് മത്സ്യത്തിൻ്റെ കൊമ്പ് കൊണ്ട് കൊന്നിട്ട് വേദങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ബ്രഹ്മാവിന് ഉറക്കമണിക്കം കൊടുക്കണ്ടേ ബ്രഹ്മാവിന്. അതാ ഭഗവാൻ അപ്പോഴപ്പോഴെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു രക്ഷകർത്താവാണ് എൻ്റെ ഭഗവാൻ നാരായണൻ. എല്ലാവർക്കും രക്ഷകർത്താവായ ഭഗവാൻ നാരായണൻ നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ പറ്റും. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗവതങ്ങളൊക്കെ നമുക്ക് വായിക്കാനും ഇതൊക്കെ അറിയാനും നമുക്ക് ആനന്ദം കൊള്ളാനും. അല്ലെങ്കിൽ നമ്മൾ എന്തുവാ മൃഗങ്ങളെ പോലെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി തിന്നും കുടിച്ച് എന്തൊരു ജീവിതമാ. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ ദിവസം ഇങ്ങനെ ഇത്രമാത്രം 1-2 വർഷം ഞാൻ ആനന്ദിച്ചിരിക്കുന്ന മൊത്തം ഭഗവാൻ തന്നൊരു എന്താ പറയുക, ഇതിങ്ങനെയൊക്കെ സന്തോഷിക്കുന്നു മക്കളെ. ഇതെന്തൊരു ആനന്ദമെന്നറിയാമോ? അതെന്തോ ഒരു സുഹൃതം. ഞാൻ പണ്ടെങ്ങോ കഴിഞ്ഞ ജന്മത്തെ കണ്ട് ചെയ്തിട്ടാക്കി എൻ്റെ അച്ഛൻ്റെ മകളായിട്ട് ഞാൻ വന്നത്. അതുകൊണ്ട് അച്ഛൻ പ്രഹരിച്ചെന്ന ശാഭരാകാരം ഇന്ന് ഉപേക്ഷിക്കാൻ എന്തെന്നഹോ ചൊല്ലിയിടേണ്ടു. പിന്നെ അങ്ങ് അവനിയെ കൊണ്ടുപോയി ഒളിച്ചുടൻ ഭൂമിയെ കൊണ്ട് ഒളിച്ച് ഹിരണ്യാക്ഷൻ. അങ്ങനെ പന്നക ലോകത്തിങ്കിൽ നിന്ന് അസുരേന്ദ്രൻ തന്നെ പന്നിയായി ചെന്നു കീറിക്കൊന്നു തേറ്റമേലേറ്റി വന്നു ഭൂമിയെ സ്ഥാനത്താക്കിയ വിഭോ ജയ. അങ്ങനെയുള്ള ഭഗവാനെ വിഭോ ജയിക്കുക. അങ്ങനെ അപ്പോൾ ഭൂമിയെ കൊണ്ടുപോയി പന്നിയായി വന്ന് പന്നിയുടെ തേറ്റ കൊണ്ട് ആ തേറ്റയിൽ ഭൂമിയും വെച്ചുകൊണ്ട് വന്ന് യഥാസ്ഥാനത്താക്കി വെച്ചു ഭൂമിയെ. അപ്പോഴും ഭഗവാൻ അങ്ങനെ ചെയ്തു. പിന്നെ ആരെ കൊണ്ട് പറ്റും? ദുഃഖവാരിധി മഥനാന്തരെ താഴും ഗിരിസത്തമം പൃഷ്ഠേ ധരിച്ചാമയായി അതിന്മീതേ പത്രിയായിരുന്നു ഉയർന്നു ഏറാതെ സമം ചെയ്തു നിർത്തി. രക്ഷിച്ചുണ്ടായോരമൃതം കവർന്നൊരു ശത്രുക്കളുടെ മുമ്പിൽ മോഹിനി വേഷം പൂണ്ട് സത്വരം ചെന്നു മോഹിപ്പിച്ചത് കൊണ്ടുപോന്നു. അതായത് എന്തോ അതിൻ്റെ പേരെന്തോ പാലാഴി കടഞ്ഞപ്പോൾ മന്ദരപർവ്വം താഴേക്ക് പോയപ്പോൾ ഭഗവാനേന്ന് വിളിച്ചെല്ലാവരും ഇത്രയും അഗാധമായൊരു പർവ്വതം താണ് പോയപ്പോൾ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ അതിനെ നിലയ്ക്ക് നിർത്താൻ? ഭഗവാൻ പെട്ടെന്ന് തന്നെ ആമയായി, അത്ര കട്ടിയുള്ള തോടാണല്ലോ അതിൻ്റെ മുഖത്ത്, അങ്ങനെ വന്ന് അതായത് ആമയായി വന്ന് കീഴേ നിന്ന് ചേർന്നും കൊണ്ട് താഴേക്ക് പോകാതെ നിർത്തിയിട്ട് മേലോട്ട് ഒരുപാട് പൊങ്ങിപ്പോകാതിരിക്കാൻ പക്ഷിയായി വന്ന് അതിൻ്റെ മുകളിൽ വരുന്ന ഭഗവാൻ നാരായണൻ. അങ്ങനെ ദുഗ്ധവാരുധി പാൽക്കടൽ, വാരുധി സമുദ്രം, ദുഗ്ധം പാല്, ദുഗ്ധവാരുധി മഥനാന്തരെ മഥിക്കുക കടയുക, അമൃതെടുക്കാൻ നമ്മൾ തൈര് കടയുന്നത് പോലെ. അങ്ങനെ താഴ്ന്ന ഗിരി, അതായത് പർവ്വതസത്തമം പൃഷ്ഠേ വെച്ചാൽ ആമയുടെ മുതുകത്ത്, അതായത് പൃഷ്ഠയെ ധരിച്ച് ആമയായി നിന്ന് ആമയുടെ മുതുകത്ത് വെച്ചും കൊണ്ട് അത് പൃഷ്ഠം എന്ന് പറയും പുറകുവശം. അങ്ങനെ നിന്നുകൊണ്ട് പത്രിയായിരുന്നു ഉയർന്നേറാതെ സമം ചെയ്തു നിർത്തി. അതായത് പത്രി അത് പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് മേലോട്ട് പൊങ്ങാതിരിക്കുക, അത് താഴേക്കും പിടിച്ച് ആമ മുകളിലോട്ടും പൊക്കിയപ്പോൾ ഒരേപോലെ നിൽക്കും, ലംബമായി നിൽക്കും. അങ്ങനെ സമം ചെയ്തു നിർത്തി രക്ഷിച്ചുണ്ടായ ഒരു അമൃതം. അങ്ങനെ കിട്ടിയ അമൃതത്തെ ആര് കൊണ്ടുപോയി? ശത്രുക്കളുടെ മുമ്പിൽ അപ്പം അസുരന്മാരതിനെ തട്ടിക്കൊണ്ടുപോയി ഈ അമൃത്. ഭഗവാൻ ദേവി വന്നപ്പോൾ മഹാലക്ഷ്മിയെ വിവാഹം ചെയ്ത് സന്തോഷിച്ച് കൗതുകം കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ മതിമറന്നിരുന്നു പോയി ദേവന്മാരെല്ലാം. ഈ അമൃത് വന്നപ്പോൾ ഈ അസുരന്മാർ തട്ടിയെടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക്. അവസാനം ഇവർ നോക്കുമ്പോൾ എന്തുവാ അമൃതവും ഇല്ല, അമൃതവും ഇല്ല, പിന്നെ അസുരന്മാരും ഇല്ല. അപ്പോൾ മനസ്സിലായി അവരാ കൊണ്ടുപോയത്. ഭഗവാൻ പെട്ടെന്ന് തന്നെ മോഹിനി വേഷം കൊണ്ട് അവരെ മോഹിപ്പിച്ച് നിർത്തി. എങ്ങനെയാ? കണ്ണൊക്കെ കെട്ടി അവർ പറഞ്ഞെല്ലാം കേട്ട്, മോഹിനി പറഞ്ഞെല്ലാം അവർ കേട്ട് ഒടുവിൽ വിവാഹം ചെയ്യാമെന്ന് ഏറ്റ്. കാരണം അമൃതെല്ലാം വിളമ്പി കൊണ്ടുവന്നിട്ട് ആരാ ഇഷ്ടം വെച്ചാൽ അതിലൊരാളെ വിവാഹം കഴിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ സമ്മതമൊക്കെ ആയിട്ട് കണ്ണ് കെട്ടി കൊടുത്തു. ഭഗവാൻ മോഹിനി എന്ത് ചെയ്തു? അതും പൊക്കിക്കൊണ്ട് ദേവന്മാർ കൊണ്ടുകൊടുത്തു. അങ്ങനെയെല്ലാം ഭഗവാൻ അത്ഭുതങ്ങൾ ഉണ്ടല്ലോ ശത്രുക്കളുടെ മുമ്പിൽ, അതായത് ഈ അസുരന്മാരുടെ മുമ്പിൽ മോഹിനി വേഷം പൂണ്ട് സത്വരൻ ചെന്ന് മോഹിപ്പിച്ച് അത് കൊണ്ടുപോന്ന് ആ ദുഷ്ടന്മാരായ അസുരന്മാരെ മോഹിപ്പിച്ചു ഭഗവാൻ. കെട്ടിക്കൊള്ളാന്നും പറഞ്ഞ് മോഹിനിയായിട്ടിരുന്ന് അങ്ങനെ ആ അമൃതം കൊണ്ട് പോകുന്ന നിർജ്ജരേന്ദ്രാദികളൊക്കെ ദേവന്മാർക്ക് സൽക്കരിച്ച്, ആ ദേവന്മാർക്ക് അതെല്ലാം കൊടുത്ത് സൽക്കരിച്ച് അഴൽ തീർത്ത അവരുടെ ജരാനരയും പിന്നെന്തെന്നാ
ജരാനരയും പിന്നെ വാർദ്ധക്യം. ഇതെല്ലാം മാറ്റി അതാണ് അഴൽ തീർത്ത സജ്ജന ഹൃദയസ്ഥിത നിത്യ നിർമ്മല പ്രഭു. എത്രമാത്രം ഭഗവാനോട് ഇതൊക്കെ അവർ നിങ്ങൾ പറയുമ്പോഴേ നമുക്കതൊക്കെ അറിയൂ. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കണം, ഭഗവാൻ എന്ത് സ്നേഹത്തിലാണ് അവർക്കെല്ലാം ചെയ്യുന്നത്. അതാ ബന്ധുവത്സല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമുക്ക് ഇത്രയും ബന്ധുവായിട്ടുള്ളത്, ഇത്രയും സ്വന്തം ബന്ധം ആരെ നമുക്ക് ആക്കാൻ പറ്റും ഭഗവാനെ അല്ലാതെ? നമുക്ക് എത്രമാത്രം വയ്യാതെ കിടക്കുമ്പോഴെല്ലാം ആവുന്ന സമയത്ത് എല്ലാവരും സ്നേഹിക്കും. പക്ഷെ വയ്യാതെ 10 ദിവസം കഴിയുമ്പോൾ മടുക്കും. മറ്റെല്ലാവരും സ്വന്തം മക്കളും അല്ലെങ്കിൽ ആ മക്കൾക്ക് അമ്മയും അച്ഛനും എല്ലാവരും മടുത്തു പോകും. പക്ഷെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ മാത്രം അജാമിളിൻ്റെ കഥ പോലെ ഭഗവാൻ എപ്പോഴും അത്രമാത്രം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹമാണ് ഭഗവാനുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കണം, എന്നാലേ അത് അറിയത്തുള്ളൂ. അങ്ങനെ നിർജ്ജരേന്ദ്രാദികൾക്ക് സൽക്കരിച്ച് അഴൽ തീർത്ത സജ്ജന ഹൃദയസ്ഥിത നിത്യ നിർമ്മല പ്രഭു. ഭക്തവത്സലനായ നിങ്കലങ്ങേറും മഹാഭക്തി കണ്ടത് സഹിയാഞ്ഞു മത്സരത്താലേ. അതായത് ഭക്തവത്സലനായ പ്രഹ്ലാദൻ ഭഗവാനിൽ നിങ്കലേറും, ഭഗവാനിൽ ഏറിയ ഭക്തി കൊണ്ട് മഹാഭക്തി കണ്ടത് സഹിയാഞ്ഞ് ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. ഭഗവാനോട് അത്രമാത്രം ഭക്തി സഹിച്ചില്ല. മഹാഭക്തിയാണ്, ആർക്കും അത്രയും ഭക്തിയില്ല. അത്രമാത്രം സ്നേഹത്തോടുകൂടിയ ഭക്തിയും ഭഗവാനോട് അകമഴിഞ്ഞ എല്ലാം കണ്ടപ്പോൾ ആർക്ക് സഹിച്ചില്ല? ഹിരണ്യകശിപുവിന് സഹിയാഞ്ഞ് മത്സരത്താലേ. എന്നാ ഞാനിപ്പം കാണിക്കാന്ന് പറയാം, ആനയെ കൊണ്ടും പാമ്പിനെ കൊണ്ടും വീട്ടിൻ്റെ മണ്ടയിൽ നിന്നും പർവ്വതത്തിൻ്റെ മണ്ടയിൽ നിന്നും എല്ലാം എടുത്തിട്ട് കുട്ടിയെ ഏതെല്ലാം രീതിയിലാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊല്ലാനൊരുങ്ങിയത് ആ പിതാവ് ഹിരണ്യകശിപു പ്രഹ്ലാദനെ. അതാണ് ഭക്തി കണ്ടത് സഹിയാഞ്ഞ് മത്സരത്താലേ ശത്രുത മുഴുത്ത് ഉപദ്രവിച്ചു പലവിധം. സ്വന്തം മകനായിട്ട് കൂടി അയാൾ ശത്രുത, ആരോടുള്ള ശത്രുത കുഞ്ഞിനോട് കാണിച്ചു? ഭഗവാൻ നാരായണനോടുള്ള ശത്രുത. ഹിരണ്യാക്ഷനെ ഭൂമി തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് ഭൂമിയെ കൊണ്ട് പാതാളത്തിൽ പോയപ്പം ഭഗവാൻ പോയി അവനെ കൊന്നതിൻ്റെ വൈരാഗ്യം, ആ ശത്രുത. അങ്ങനെ ശത്രുത എടുത്ത് ഉപദ്രവിച്ച് ഭഗവാനോടുള്ള ശത്രുത കുഞ്ഞിനോട് കാണിക്കുന്നു, സ്വന്തം മകനോട്. അങ്ങനെ ശത്രുത മുഴുത്ത് ഉപദ്രവിച്ചു പലവിധം. പുത്രനങ്ങ് ഏലാഞ്ഞുടൻ, എന്നിട്ട് വല്ലത് ഏറ്റോ പുത്രനങ്ങ് ഏലാഞ്ഞുടൻ നിഗ്രഹോ ഉപായങ്ങൾ, എന്തെല്ലാം ഉപായം നിഗ്രഹിക്കാൻ, അതായത് വധിക്കാൻ ഒരുപാട് ഉപായങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ പുത്രന് അങ്ങ് ഏലാഞ്ഞുടൻ ആ കുഞ്ഞിന് ഭഗവാൻ അപ്പോഴെപ്പോഴും കാത്തുകൊണ്ടു. എന്നിട്ടോ മത്വാഭിവാഴും പുത്രനങ്ങ് ഏലാഞ്ഞുടൻ നിഗ്രഹോ ഉപായങ്ങളും മത്വാഭിവാഴും ധനുജേന്ദ്ര ദൃഷ്ടാന്തത്തിങ്കിൽ മധ്യേ തൂൺ പിളർന്ന് അവതരിച്ചു സരഭസം. അങ്ങനെ പല പല രീതിയിൽ അതിനെ കൊല്ലാനൊരുങ്ങിയപ്പോൾ മത്വാഭിവാഴും ധനുജേന്ദ്ര ദൃഷ്ടാന്തത്തിങ്കിൽ അവൻ്റെ കൺമുമ്പിൽ തന്നെ മധ്യം പിളർന്നു വന്നു, തൂണ് പിളർന്നു വന്നു. ആരാണ്? മധ്യേ, അതായത് തൂണിൻ്റെ മധ്യം തൂൺ പിളർന്ന് അവതരിച്ചു സരഭസം. ദുഷ്ടനെ വധിച്ചുടൻ ഭക്തനാം അവനെയും വിഷ്ടഭസ്ഥാനങ്ങളും രക്ഷിച്ച നരഹരി. ആ ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ ഭഗവാൻ നരസിംഹമായി വന്ന് തൂണ് പിളർന്നവനെ വധിച്ചിട്ട് വിഷ്ടഭസ്ഥാനങ്ങൾ, നല്ല നല്ല സ്ഥാനങ്ങളെല്ലാം കൊടുത്ത് രക്ഷിച്ചു. ആർക്കാ? പ്രഹ്ലാദന്. അങ്ങനെ നരഹരി, ആരാ നരഹരൻ? പരമാത്മാവായ നാരായണമൂർത്തി അവിടെ അപ്പോൾ നരസിംഹമായിട്ട് വന്നു കുഞ്ഞിനെ രക്ഷിച്ചു. അത്രമാത്രം ദുഷ്ടതയാണ് ആ ഹിരണ്യകശിപു മകനോട് കാണിച്ചത്. അങ്ങനെയെല്ലാം ഈ ബ്രഹ്മാവും ശിവശങ്കരനും സർവ്വ ദേവന്മാരും എല്ലാവരും ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കാരണം അവതരിക്കണ്ടേ, കുഞ്ഞ് അതിഥിയുടെ ഉള്ളിലുണ്ട്, പ്രസവിക്കാറായിരിക്കുന്നു. ഇവിടെ അങ്ങ് പ്രാർത്ഥനയാ, എല്ലാവരും പ്രാർത്ഥനയാ. അങ്ങനെ നഷ്ടദേവേന്ദ്രത്വം ചേർന്ന് അത്യന്തം തഥൈവ സന്തുഷ്ട്യാപി പ്രസീത കാരുണ്യവാരിധേ വിഭു. കാരുണ്യവാരിധേ, സമുദ്രം പോലെ കാരുണ്യമുള്ള ഭഗവാനി. നഷ്ടദേവേന്ദ്രത്വം, ഇന്ദ്രൻ്റെ ദേവലോകമെല്ലാം നഷ്ടപ്പെട്ടു. അത്യന്തം തഥൈവ സന്തുഷ്ട്യാപി, അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചുകൊണ്ട് സന്തുഷ്ടമായിട്ട് ഭഗവാൻ ഇവിടെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ നമസ്തേ നാരായണ, നമസ്തേ നരകാരി, നമസ്തേ മുരഹര മധുകൈടഭാരാദേ, നമസ്തേ ഹൃഷികേശ, നമസ്തേ ഭക്തപ്രിയ, നമസ്തേ സമസ്തേശ, നമസ്തേ നമോസ്തുതേ. ഇങ്ങനെ വിരിഞ്ച മുഖ്യാദികൾ വാഴ്ത്തുന്നേരം, അങ്ങനെ എല്ലാവരും വിരിഞ്ച ബ്രഹ്മാവും എല്ലാവരും ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തി സ്തുതിച്ച സമയത്ത്
ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ദ്വാദശി തിഥൗ വന്നൊരുമിച്ച വിഷ്ണുവർഷ അഭിജിൽ കാലേ ദിനേശോ ഉന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ. അങ്ങനെ ഭഗവാൻ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷത്ത് ദ്വാദശി തിഥിയിൽ വന്ന് ഒരുമിച്ച് അങ്ങനെ നല്ല സമയം എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വന്ന് വിഷ്ണുവർഷ അഭിജിൽ കാലേ, അതായത് തിരുവോണ നക്ഷത്രത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ അങ്ങനെ ഒരു പ്രത്യേക മുഹൂർത്തമുണ്ട്. ആ സമയത്ത് തന്നെ നല്ല ലക്ഷണമൊത്ത നല്ല സമയം. അങ്ങനെ ദിനേശോ ഉന്നതേ, അതായത് ഉന്നതമായി നിൽക്കുന്ന ദിനംതോറും ഉദിക്കുന്നതാണ് ഈശ്വരൻ സൂര്യൻ അർക്കൻ. അത് ഉന്നതമായ താഴേന്ന് എത്രയും മുകളിൽ നിൽക്കാം മധ്യാഹ്നം. അതായത് വൈകുന്നേരം നേരം 10 മണിക്കൊന്നും ഉന്നതമല്ല, നേരെ തിരുമധ്യം ഉന്നതമായ സ്ഥാനം മധ്യാഹ്നമാണ്. അങ്ങനെ ദിനേശോ ഉന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ. അങ്ങനെ ഭഗവാൻ പുരുഷൻ ആ ശുഭമുഹൂർത്തത്തിൽ ത്രൈലോക്യ വിജയ സല്ലക്ഷണ മുഹൂർത്തകേ ലീലാ കൗതുക മന്ദമാരുത ഗുണത്രയേ ദിക്കുകളെല്ലാം തെളിഞ്ഞത്രയും പ്രകാശിച്ചു. പുഷ്കര ചക്രത്തിങ്കൽ അർക്കാദി ഗ്രഹങ്ങളും വക്രചാരങ്ങൾ പാടേ നിന്നിത്യാദി പിഴകൾ തീർന്നൊക്കവേ വേണ്ടും വണ്ണം സുസ്ഥിത ചെയ്താരല്ലോ. ഭൂമിയും പ്രസാദിച്ചു കോൾമേർക്കൊള്ളും വണ്ണം പ്രേമമുൾക്കൊണ്ടു വസന്താഭയ വിളങ്ങിനാൻ. സമയം പോകുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഭൂമിയൊക്കെ പ്രസാദിച്ചു. ആ സമയം നല്ലൊരു മുഹൂർത്തമാണ്. അവിടെ ഭഗവാൻ അങ്ങനെ അവതരിച്ചതാണ്. പിന്നെ ഇത്ര കൊണ്ട് വായിക്കാം, പക്ഷെ ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകുന്നു. അങ്ങനെ എല്ലാം കോൾമേർ കൊണ്ട് ഭൂമി അത്രമാത്രം ആനന്ദമായി ഭൂമിക്കും എല്ലായിടവും പുഷ്പങ്ങളും വൃക്ഷങ്ങളും എല്ലാം തളർത്തും പൂത്തും കായ്കനികളും അങ്ങനെ ഭൂമിയും പ്രസാദിച്ചു. പ്രേമം ഉൾക്കൊണ്ട് വസന്താഭയ വിളങ്ങിനാൾ. അത്രമാത്രം പ്രേമമായി ഭൂമിക്ക്. ഭൂദേവാദികളായ സാധുക്കൾ ചിത്തങ്ങളും മോദമോട് ആനന്ദിച്ചു. പാവകൻ വലം നിന്നു. അങ്ങനെ അഗ്നി വലം വെച്ച് നിന്നു. ദേവകളെല്ലാം പരമാനന്ദിച്ചതു. മേന്മേൽ ദേവവാദ്യങ്ങളെല്ലാം ഘോഷിച്ചു താനേ തന്നെ. ദേവപാദവങ്ങളും ഭൂമലർ ഉതിർത്ത് അതിങ്ങാവോളം മേളിച്ചാര ദേവകൾ പലവിധം. ദേവകളെല്ലാം പൂമലർ വർഷിച്ച് എല്ലാവരും ആനന്ദമായിട്ട് വേദവാദികളും താനെ തന്നെ ഘോഷിച്ചു. അന്നേരം അതിഥി തൻ ഗർഭകനായ നാഥൻ മനിലങ് അവതരിച്ചിടനാൻ മായാവശാൽ. വാമന വേഷത്തോടെ മാധവ ചിഹ്നമെല്ലാം ഭൂമിയിൽ അലങ്കരിച്ചങ്ങനെ കാണായി വന്നു. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് എടുത്ത് വായിക്കാം. ഇപ്പോൾ സമയം അങ്ങ് പോയി മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.